എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബുദ്ധിക്കും ഓർമ്മശക്തിക്കും സൂപ്പറായിട്ട് കൂട്ടിത്തരുന്ന ഒരു സാധനം. നമ്മൾക്ക് ഏവർക്കും, പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ബുദ്ധിയും ശക്തിയും കൂടും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അതിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യലായിട്ടൊരു സാധനം ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അതിനു വേണ്ടി ഞാൻ ചീനിച്ചട്ടി എടുത്ത് വെച്ചു. ചൂടായി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ വെച്ച് നന്നായിട്ട് ചൂടായി ഞാൻ 1/2 ടീസ്പൂൺ കടുക് ഇടുവാണ് കേട്ടോ. നമ്മളൊരു വലിയൊരു കഷ്ണം ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് അതിനെ ഇതിനകത്ത് ഇടുവാണേ. 10-12 കഷ്ണം വെളുത്തുള്ളി അതിനെ എടുത്ത് തൊണ്ടും കളഞ്ഞ പൊടി പൊടി പോലെ അരിയണം. അതിനെ നമ്മൾ ഈ എണ്ണയിലോട്ടിട്ടു. ഒരു എരിവുള്ള 5-6 മുളക്, പച്ചമുളക്, നല്ല എരിവ് വേണം, അതിനെയും പൊടിയായിട്ട് അരിഞ്ഞത് അതും എടുത്തിട്ടു. പിന്നെ വേണ്ട ഒരു പിടി കറിവേപ്പില അത് ഇട്ടു. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ലൈറ്റ് മെറൂൺ ആയിക്കോട്ടെ. 1/2 സ്പൂണ് മൊരിഞ്ഞു, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു, 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് ഉപ്പ് പിന്നെ നമുക്ക് പാകത്തിന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഒരു ചെറിയ നാരങ്ങയുടെ അത്രയും വലിപ്പത്തിൽ വാളംപുളി എടുത്തു. വാളംപുളീനെ നന്നായിട്ട് ഏതാണ്ട് പിഴിഞ്ഞെടുത്തു. വാളംപുളിക്ക് എത്ര നല്ല ഗുണമുണ്ടെന്നറിയാമോ? വിറ്റാമിൻ ബി നന്നായിട്ട് അടങ്ങിയിരിക്കുന്ന സാധനമാണ് വാളംപുളി. അതിനെ ഇതിനകത്ത് ഒഴിച്ചു. കുറച്ച് വെള്ളമേ എടുത്തുള്ളൂ പുളിക്കകത്ത്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ നമ്മളിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചോട്ടെ. ഇതെല്ലാം നന്നായിട്ട് ഇങ്ങനെ ആക്കിയെടുത്തു. അതിനുശേഷം ഒരു 100 ml വെള്ളവും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർക്കണം. നമ്മളുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ കൂട്ടാൻ നമ്മളെ സഹായിക്കുന്ന ഒരൈറ്റമാണ് ഈന്തപ്പഴം. കണ്ടോ, ഈന്തപ്പഴം നല്ല ക്വാളിറ്റി നോക്കി വാങ്ങിക്കണം കേട്ടോ. എന്നിട്ട് അതിനെ പീസാക്കിയിട്ട് നമ്മൾ അടത്തിയെടുത്തു, കുരുവിനെ കളഞ്ഞു. എന്നിട്ട് ഇതിനെ നമുക്ക് ഇതിനകത്തിലിടാം. ഈ അടത്തി വെച്ചതിനെ ഇതിനകത്തിലിടാം. അടത്തി വെച്ചതിനെ ഇട്ടു. ഇത് ഞാൻ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈന്തപ്പഴമാണെന്ന് കാണിക്കാൻ വെച്ചതാണ് കേട്ടോ. നന്നായിട്ടായി, ചെറുതായിട്ടേ വെള്ളമുള്ളൂ കണ്ട. അപ്പോൾ ഇതിനൊരിച്ചിരി നനവ് വേണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇതേ വലിച്ചെടുക്കും. നമ്മുടെ ഈ ഈന്തപ്പഴം എന്ന് പറയുന്നത് ഈ വെള്ളത്തിനെ അങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ടൊരു ശകലം വേണം, എന്നാലല്ലേ നല്ലതായിട്ട് കുറുകിയിരിക്കത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വേണമെന്ന് ഉണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഇതിനകത്തൊരു ലേശം കരിപ്പട്ടിയുടെ പൊടി കൂടി ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ്. പഞ്ചസാരയല്ല, കരിപ്പട്ടിപ്പൊടിയാണ്. അതുകൊണ്ട് ആർക്ക് വേണേലും ഇടാം. കുറച്ചേ ഇടുന്നുള്ളൂ, വളരെ കുറച്ച്. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഹൈയിലിട്ടിട്ട് ഒരു പരിപാടിയും ചെയ്യല്ലേ. സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം നമ്മൾ ഇടയ്ക്ക് ചേർത്തതിന് ശേഷം ഓഫ് ചെയ്യാം. ആദ്യം നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചായിരുന്നു വെളിച്ചെണ്ണ. ഇറക്കി വെക്കാൻ നേരത്ത് ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂണും കൂടെ വെളിച്ചെണ്ണ എൻ്റെ മേളിൽ ഒഴിച്ചിട്ട് നമുക്ക് പാത്രത്തിലോട്ട് വിളമ്പി വെക്കാം. പിന്നെ അങ്ങനെ നമ്മൾ ഈന്തപ്പഴം കൊണ്ടുള്ള വിഭവം ശരിയാക്കിയെടുത്ത് വെച്ചിരിക്കുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഒരുപാട് നല്ലതാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാം എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ. താങ്ക് യു.